എല്ലാവർക്കും നമസ്കാരം. വെരിക്കോസ് വെയിൻ കുറയ്ക്കാനും അതുപോലെ തന്നെ വേദന, വീക്കം എന്നിവയൊക്കെ കുറയ്ക്കാനും നമുക്ക് ചെയ്യാവുന്ന 5 കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. നമുക്കറിയാം, പലപ്പോഴും ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കാലിനകത്തുണ്ടാകുന്ന വെയിനുകളിലുണ്ടാകുന്ന വാൾവിലുണ്ടാകുന്ന പ്രശ്നം മൂലമാണ് ഇത്തരത്തിലുണ്ടാകാറുള്ളത്. അപ്പോൾ ഇന്ന് നമുക്കതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്. വെരിക്കോസ് വെയിൻ എന്ന് കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ആരിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണുക എന്നുള്ളപ്പോൾ എപ്പോഴും നമുക്കറിയാം, കൂടുതൽ സ്ത്രീകളിൽ ഇതുണ്ടാവാറുണ്ട് പ്രഗ്നൻസി പീരിയഡിൽ. അതുപോലെ തന്നെ ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ, ട്രാഫിക് പോലീസിൽ, അതുപോലെ കണ്ടക്ടേഴ്സ്, കൂടുതൽ നേരം ഇരുന്ന് അതുപോലെ തന്നെ നിന്ന് ജോലി ചെയ്യുന്ന ആളുകളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക. ഇതിൻ്റെ പ്രധാന കാരണം വെയിൻസിൻ്റെ വാൾവിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് മൂലമാണ് നമുക്ക് ഇത്തരത്തിൽ വെരിക്കോസ് വെയിൻ എന്നുണ്ടാവുന്ന ബുദ്ധിമുട്ടുണ്ടാവുക. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ നമ്മൾ പറയുമ്പോൾ ലോങ് സ്റ്റാൻഡിങ് ഒന്ന് പറയേണ്ടേ, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വണ്ണം ഒരു പ്രധാന റീസണാണ്. അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകൾക്ക്, ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക്, ഒരു ഏജ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ വെയിൻസിൻ്റെ എലാസ്റ്റിസിറ്റി കുറയുന്നതും ഇത്തരത്തിൽ വെരിക്കോസ് വെയിൻ വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. ഈ വെരിക്കോസ് വെയിൻ്റെ വേദന കുറയ്ക്കാനും അതുപോലെ തന്നെ ആ വെയിൻ്റെ ടോർച്ചിസിറ്റി, അതായത് തടിപ്പ് കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന 5 ടിപ്സുകൾ. ഒന്നാമതായിട്ട്, ദിവസേന നമ്മൾ നടക്കുക. അതായത് 30 മുതൽ 45 മിനിറ്റ് വരെ ഡെയിലി എക്സസൈസ് ചെയ്യുക. അത് നമ്മുടെ സർക്കുലേഷൻസ് കൂട്ടാനും ആ ഭാഗങ്ങളിലുണ്ടാകുന്ന നീർക്കെട്ട് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ നടക്കുന്നത് മൂലം വെയിനിൽ കെട്ടിക്കിടക്കുന്ന രക്തത്തിൻ്റെ അളവ് കുറയാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ റെഗുലറായിട്ട് 30 മുതൽ 45 മിനിറ്റ് റെഗുലർ എക്സസൈസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. രണ്ടാമതായിട്ട് പറയേണ്ട കാര്യം, കാലുകൾ നമ്മൾ ഉയർത്തി വയ്ക്കുക. നമ്മുടെ ഹാർട്ടിൻ്റെ ലെവലിൽ കാല് ഉയർത്തി വയ്ക്കുക. നമ്മളൊരു 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മൾ കാല് ഒന്ന് ഉയർത്തി വയ്ക്കുക. ഡെയിലി ഒരു 2 നേരം നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നത് നമ്മുടെ ആ കാലിലുള്ള സ്വെല്ലിങ്സ് കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ കാലിലുണ്ടാകുന്ന ഒരു ഹെവിനെസ് പോലെയുള്ള ഭാരം കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം, നീണ്ട നേരങ്ങളിൽ നമ്മൾ ഇരിക്കുക അതുപോലെ തന്നെ നിൽക്കുകയൊക്കെ ചെയ്യുക. നമുക്കറിയാം, ഇന്ന് ഒരുപാട് IT പ്രൊഫഷണൽസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന വ്യക്തികളൊക്കെ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ വെരിക്കോസ് വെയിൻ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു 30 മുതൽ 40 മിനിറ്റിൻ്റെ ഇടയിൽ ഒന്ന് നമ്മൾ കാല് ചലിപ്പിക്കുക, അല്ലെങ്കിൽ ഇരുന്നിടത്ത് നിന്ന് ഒന്ന് എണീറ്റിട്ട് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത്തരത്തിൽ വീണ്ടും നമ്മുടെ ജോലി കണ്ടിന്യൂ ചെയ്യുക. അത്തരത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ വെയിൻസ് ഒന്ന് റിലാക്സ് ആവുകയും സർക്കുലേഷൻസ് ഒന്ന് പ്രോപ്പർ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ്. നാലാമതായിട്ട് ചെയ്യേണ്ട കാര്യം, കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഇടുക. ഈ കംപ്രഷൻ സ്റ്റോക്കിങ്സ് ധരിക്കുന്ന മൂലം നമ്മുടെ വെയിനുണ്ടാകുന്ന ഡാമേജ് നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അഞ്ചാമതായിട്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ ഭാരം നിയന്ത്രിക്കുക. അതായത് നമ്മൾ അമിതമായിട്ട് BMI അതുപോലെ ഒബിസിറ്റി ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക. നമ്മൾ വെയിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ലോവർ ലെഗ്സിനകത്തൊക്കെ പ്രഷർ കൂടുതലാവുകയും വെയിൻസിന് കൂടുതൽ അമിതമായിട്ടുള്ള പ്രഷർ വരാനുള്ള ചാൻസ് ഉണ്ടാവുകയും വെരിക്കോസ് വെയിൻ കൂടുതലാവുകയാണ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് നമ്മുടെ ശരീരത്തിനനുസരിച്ചുള്ള BMI മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഭക്ഷണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കഴിക്കേണ്ട ചില ഭക്ഷണം, നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ചീര, മുരിങ്ങയില പോലെയുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ വൈറ്റമിൻ C റിച്ച് ആയിട്ടുള്ള ഓറഞ്ച്, മൂസമ്പി തുടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വെരിക്കോസ് വെയിൻ്റെ ഈ ടോർച്ചിസിറ്റി കുറയാനും അതുപോലെ തന്നെ സർക്കുലേഷൻസ് ഒക്കെ പ്രോപ്പർ ആവാനും ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ E അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. വൈറ്റമിൻ E അടങ്ങിയിട്ടുള്ള ബദാം, വാൾനട്ട് പോലെയുള്ളവയൊക്കെ നമ്മുടെ വെയിൻസിൻ്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും വെയിൻ സർക്കുലേഷൻസ് പ്രോപ്പർ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ അടുക്കളയിൽ സുലഭമായിട്ട് കാണുന്ന ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂലം തന്നെ നമ്മുടെ വെയിനിലുണ്ടാവുന്ന, വെരിക്കോസ് വെയിനിലുണ്ടാവുന്ന പെയിനും അതുമൂലം ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനും ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞളൊക്കെ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. വെരിക്കോസ് വെയിനുള്ള ആളുകൾ ഒഴിവാക്കേണ്ട ഭക്ഷണത്തിൻ്റെ കാര്യം നമ്മൾ ആദ്യം പറയേണ്ടായി. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപ്പുള്ള ഭക്ഷണങ്ങൾ, ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കാൻ പറഞ്ഞു. ഈ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഈ വെയിൻസിൻ്റെ ഇൻഫ്ലമേഷൻസ് കൂടുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ മദ്യം കഴിക്കുമ്പോൾ നമ്മുടെ വെയിൻസിൻ്റെ ഡയലറ്റേഷൻ കൂടുകയും അതുകൊണ്ട് തന്നെ സ്വെല്ലിങ്സ്, വീക്കൊക്കെ വർദ്ധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നിർബന്ധമായിട്ട് വെരിക്കോസ് വെയിനുള്ള ആളുകളാണെങ്കിൽ നമ്മൾ മദ്യം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുക. നമ്മൾ ഉറങ്ങുന്നതിന് ഒരു 2 മുതൽ 3 മണിക്കൂർ മുന്നേ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുക. അത് വളരെ ഹെവി ആയിട്ടുള്ള ഡിന്നേഴ്സൊക്കെ ഒഴിവാക്കുക. അമിതമായിട്ടുള്ള പഞ്ചസാര അടങ്ങിയിട്ടുള്ള പാനീയങ്ങളൊക്കെ ഒഴിവാക്കുക. കൃത്യമായിട്ടുള്ള ഉറക്കം, ഒരു 8 അവേഴ്സെങ്കിലും നല്ല രീതിയിലുള്ള സ്ലീപ്പ് ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇത്തരത്തിൽ വെരിക്കോസ് വെയിൻ ഉണ്ടാകുമ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില
ഹോം റെമഡീസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മോർണിംഗ് തന്നെ നെല്ലിക്ക ശീലമാക്കുക. ഇത്തരത്തിൽ നെല്ലിക്ക ശീലമാക്കുമ്പോൾ നമ്മുടെ നെല്ലിക്ക കഴിക്കുന്നത് മൂലം നല്ല ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ വെയിൻസ് നല്ല രീതിയിൽ ശക്തമാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഡെയിലി ശീലമാക്കുന്നത് നമ്മുടെ ഈ വെയിൻസിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനും പെയിനും അതുപോലെയുള്ള ബേണിംഗ് സെൻസേഷനും ഒക്കെ നല്ല രീതിയിൽ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡെയിലി നിങ്ങൾ ഒരു ഗ്ലാസ് ഇഞ്ചി വെള്ളം ശീലമാക്കുക. നല്ല രീതിയിൽ വെയിൻസ് ടോർച്ചറായിട്ടുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ നമ്മൾ ആ കാലിലെ വെയിൻസ് താഴെ നിന്ന് മുകളിലോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. വളരെ ലൈറ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും ഹാർട്ടിൻ്റെ ലെവലിലേക്ക് ആണ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. താഴെ നിന്ന് മുകളിലേക്കാണ് ഇത്തരത്തിൽ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. അതും ഈ പെയിനും അതുപോലെ തന്നെ വെയിൻസിൻ്റെ വോൾസൊക്കെ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരു ടീസ്പൂൺ മഞ്ഞളും ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ കഴിക്കുക. ഇത് നമ്മുടെ പെയിൻ കുറയ്ക്കാനും ആ വെയിൻ്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വെയിൻസിനുള്ള തടിപ്പ് കുറയ്ക്കുന്നതിനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മഞ്ഞളും ഈ ചൂടുവെള്ളവും തമ്മിലുള്ള ഡ്രിങ്ക്സ്. ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസ് മൂലമാണ് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത മെഡിസിൻസ് ആയതുകൊണ്ട് ഏത് പ്രായക്കാർക്കും ഇത് കഴിക്കാവുന്നതാണ്. ഇനി ഇത്തരത്തിലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യപ്രദമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്.